അപ്പം നിലവിൽ പോലീസിന്റെ ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൗൺ പ്ലാസ ഹോട്ടലിനകത്തുനിന്ന് റൂമിൽ നിന്ന് ഈ പറയുന്ന 1-2 പ്രതികൾ അവർ രണ്ടുപേരുടെയും കയ്യിൽ നിന്ന് അളവിൽ കൂടുതലുള്ള മദ്യവും പിന്നെ കൊക്കൈൻ എന്ന് ആരോപിക്കുന്ന ഒരു പാക്കറ്റ്, അതിനകത്ത് മറ്റ് സബ്സ്റ്റൻസ് ഉള്ളതായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ആ പാക്കറ്റ് കണ്ടെത്തിയെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം ബെയിലബിൾ ആയിട്ടുള്ള ഒഫൻസാണ് ഇട്ടേക്കുന്നത്. നോൺ ബെയിലബിൾ ആയിട്ടുള്ള ഒഫൻസ് ഒന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ കോടതി ഉപാധികളോടെ കണ്ടീഷൻ ബെയിലാണ്. കണ്ടീഷൻസ് വന്നിട്ടില്ല, കോപ്പി കിട്ടും. മറ്റ് കാര്യമായ ഒബ്സർവേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല, അലിഗേഷൻസും ഇല്ല. എല്ലാം ആരോപണങ്ങളായിട്ട് പറയുന്നേ ഉള്ളൂ. അന്വേഷിക്കാൻ സമയം വേണം, കസ്റ്റഡി വേണമെന്നാണ് അവരുടെ അപേക്ഷ വന്നത്. കസ്റ്റഡിക്കകത്ത് നോൺ ബെയിലബിൾ ഒഫൻസ് ഒന്നും ഇല്ലാത്ത കാരണം കസ്റ്റഡി ആപ്ലിക്കേഷൻ ഡിസ്മിസ് ചെയ്യാണ് ചെയ്തേക്കുന്നത്. ഈ കസ്റ്റഡി ആപ്ലിക്കേഷനിൽ ഒരു കാര്യം പറയുന്നുണ്ട്, അതായത് ഇദ്ദേഹം അന്താരാഷ്ട്ര ലഹരി മരുന്ന് സംഘവുമായി വലിയ ബന്ധമുണ്ടെന്നും ലഹരി മരുന്ന് ഇവിടെ എത്തിച്ച് വിൽപ്പന നടത്തുന്നു എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ 2 സിനിമാ താരങ്ങൾ അവിടെ സന്ദർശനം നടത്തി, ശ്രീനാഥ് വാസിയും പ്രയാഗ മാർട്ടിനും. ഇതെല്ലാം എങ്ങനെയാണ് കോടതി അത് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്? നിലവിൽ കസ്റ്റഡി ആപ്ലിക്കേഷനകത്ത് പറഞ്ഞേക്കുന്ന കാര്യങ്ങളെല്ലാം അത് തന്നെയാണ്. പക്ഷേ അത് സാധൂകരിക്കുന്നതിനുള്ള തെളിവുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടില്ല. ഇതെല്ലാം ആരോപണം മാത്രമായിട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ. അത് മാത്രമല്ല, ഒരു നോൺ ബെയിലബിൾ ഒഫൻസ് ആയിട്ട് അവർക്ക് കസ്റ്റഡി കൊടുത്ത് അന്വേഷിക്കാൻ തക്ക ഒരു ഒഫൻസും അവർ ചാർജ് ചെയ്തിട്ടില്ല. പോലീസിന് അങ്ങനെ ഒരു കേസ് അവർ പറയുന്നതല്ലാതെ അങ്ങനെയുള്ള ഒഫൻസ് ഒന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് കോടതിക്ക് ഒരു കാരണവശാലും കസ്റ്റഡി ആപ്ലിക്കേഷൻ അനുവദിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡിസ്മിസ് ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. ഈ മുറിയിൽ നിന്ന് കൊക്കൈനോ അല്ലെങ്കിൽ ലഹരി മരുന്നോ എല്ലാം കണ്ടെത്തിയിട്ടുണ്ടോ? ഇതുവരെ ഇതിനകത്തുനിന്ന് എന്താണ് കണ്ടെത്തിയെന്നുള്ളത്, അതായത് കൊക്കൈൻ അടങ്ങുന്ന പാക്കറ്റ് കണ്ടെത്തിയെന്നാണ് പറഞ്ഞേക്കുന്നത്. സിപ്പ് ലോക്ക് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചേക്കുന്നത്. അതിനകത്തുനിന്ന് കൊക്കൈൻ കിട്ടുകയോ അതിന്റെ ക്വാണ്ടിറ്റി പോലും കസ്റ്റഡി ആപ്ലിക്കേഷനിൽ പറഞ്ഞിട്ടില്ല. സാധാരണ ഇതിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, എന്തെങ്കിലും സബ്സ്റ്റൻസ് കിട്ടുകയാണെങ്കിൽ അത് ഇത്ര ഗ്രാം ഉണ്ട് അല്ലെങ്കിൽ ഇത്ര ഇതാണ് കണ്ടെത്തിയെന്ന് പറയും. ഇത് അതുപോലും കസ്റ്റഡി ആപ്ലിക്കേഷനകത്തോ എഫ്ഐആറിനകത്തോ എത്ര ഗ്രാമാണോ എന്താണ് കൃത്യമായ അളവിൽ എടുത്തേക്കുന്നത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ കസ്റ്റഡി ആപ്ലിക്കേഷൻ ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റത്തില്ല. സിനിമാ താരങ്ങൾക്കൊന്നും ഇതിൽ യാതൊരു ഇല്ല. അവർക്ക് അവരുടെ ഇൻവോൾവ്മെന്റ് കസ്റ്റഡി ആപ്ലിക്കേഷനകത്ത് പേര് വരുമ്പോൾ തന്നെയാണ് നമ്മളെല്ലാവരും അറിയുന്നത് തന്നെ. അല്ലാതെ മറ്റ് ഇൻവോൾവ്മെന്റോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. വന്ന് സന്ദർശിച്ചു പോയിട്ടുണ്ടെന്നുള്ളൊരു വേഗമായിട്ടുള്ള അലിഗേഷൻ മാത്രമേ കസ്റ്റഡി ആപ്ലിക്കേഷനകത്ത് പറയുന്നുള്ളൂ. അതിനകത്തും കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നിലവിൽ ഓംപ്രകാശിന് ലഹരി കേസുകൾ വല്ലതും ഉണ്ടോ? നിലവിൽ ഒരു കേസിലും പുള്ളി ഇപ്പം നിലവിൽ പ്രതിയല്ല. പ്രതിയാണ്. എല്ലാത്തിലും ജാമ്യം എടുത്ത് നിൽക്കുകയാണ്. ജാമ്യമില്ലാത്ത കേസുകൾ വേറെ ഒന്നും നിലവിലില്ല.